ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനസ് പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദ സൊല്യൂഷൻ മാസ്റ്റർ എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം തന്നെ ഈ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരേ സർവീസ് കൊടുക്കുന്ന, ഒരേ പ്രൊഡക്ട്സ് കൊടുക്കുന്ന, ഒരേ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ നിന്ന് മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കൊടുക്കാത്തൊരു കാര്യം കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കോമ്പറ്റീറ്ററുടെ എന്താണോ വീക്ക്നെസ് അത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയും. അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻറ്റിയേഷൻസ്, യുണീക്ക്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്ററുടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, അവരുടെ ബിസിനസ്സിനെ അനലൈസ് ചെയ്ത് അതിലെന്ത് യുണീക്ക്നെസ് കൊണ്ടുവരാൻ കഴിയും, അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രൊഡക്ട്സിൽ കൊണ്ടുവരാം, ചിലതിൽ പ്രൊഡക്റ്റിൽ പറ്റില്ല, എല്ലാവരും ഒരേ ബ്രാൻഡ് വെക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ സർവീസിൽ കൊണ്ടുവരാം. സർവീസിൽ പ്രൊഡക്റ്റിലും കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസിൽ കൊടുക്കാൻ പറ്റും. കസ്റ്റമർ അവിടെ വരുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈനയിലൊക്കെ യാത്ര ചെയ്യുന്നു. ഞാൻ ചൈനയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. വ്യത്യസ്തമായ 30 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ശീലമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൈനയിലൊക്കെ ഒരു 2000 റെസ്റ്റോറൻറ്റ് ഒരു സ്ഥലത്തുണ്ട് നോക്കുക, അല്ലെങ്കിൽ 5000 ഷോറൂമുള്ള നാഫന്താഷ, ഗോൺസോലൊക്കെ അവിടെയൊക്കെ ഈവൂലൊക്കെ ചെന്ന ആളുകൾക്ക് അറിയാം. ആയിരക്കണക്കിന് ഷോറൂമുകളാണ്. പക്ഷെ ഒരു ഷോറൂമിന് കോമ്പറ്റീറ്റർ അല്ല. ബിക്കോസ് അവരെല്ലാവരും ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, യുണീക്ക്നെസ് ഉണ്ടാവും. ഇതിന് നമ്മൾ ആൾക്കാർ തയ്യാറല്ല. കാരണം നമ്മൾ ആളുകൾ ഒന്നെങ്കിൽ കോപ്പി ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നല്ല കാര്യം മാത്രം ചൂസ് ചെയ്യും. എന്നാൽ അതിലൊരു കോപ്പി പേസ്റ്റ് ആണ് നമ്മൾ അധികം ചെയ്യാറ്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത് റിസ്ക് ഫ്രീ ആണെന്നുള്ളതാണ് കാഴ്ച. ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ്. കോപ്പി ചെയ്യുമ്പോൾ കോമ്പറ്റീഷനിൽ പോയി കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, മാർക്കറ്റിൽ ഡിമാൻഡ് കുറയല്ലോ. ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിലോ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും. ഇത് രണ്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയാണ്, ലോസ് ആയിരിക്കും. ഫൈനലി അവർ ഫെയിലിയർ ആവും എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ആ യുണീക്ക്നെസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ എല്ലാ ബിസിനസ്സിലും ഇന്റേണൽ എൻ്റെ ഉള്ളിലിരിക്കും. ആ ക്രിയേറ്റീവ് പാർട്ട് അത്ര തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അതിനൊരു എക്സ്റ്റേണൽ പേഴ്സൺ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നീഡ് നമുക്ക് അത് മനസ്സിലാക്കി ആ ബിസിനസ്സിൻ്റെ യുണീക്കായി, കാരണം നമ്മൾ ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട്. ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ ഇൻഡസ്ട്രികളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള യുണീക്ക്നെസ് കൊണ്ടുവരാം. യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാതും യുണീക്കാണ്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഒരു മരത്തിൻ്റെ ഒരു ഇല എടുത്ത് അതുപോലത്തെ ഒരു ഇല ലോകത്തില്ല. ഒരു കല്ലെടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കല്ലില്ല. ഒരു മരം എടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മരമില്ല. ഒരു മനുഷ്യനെടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മനുഷ്യനില്ല. ഇപ്പം എന്നെ പോലെ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും യുണീക്ക്നെസ് ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ ഉണ്ട്, അത് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിൽ യുണീക്ക്നെസ് കൊണ്ടുവന്നുകൂടാ? പല ആൾക്കാരും ഈ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് മാർക്കറ്റിൽ ആ ഇൻഡസ്ട്രി തന്നെ തകർന്നു പോവുകയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നുള്ളതാണ്. അപ്പോൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ മാസ്റ്ററെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ക്രിയേറ്റീവായി ഡിഫറൻറ്റിയേഷൻസ് കൊണ്ടുവരാൻ നമുക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റും. ഇതൊന്നും അല്ലാതെ വേറെ എന്തെല്ലാം ഹൈലൈറ്റ്സ് ആണ് ദ സൊല്യൂഷൻ മാസ്റ്റർ ഒരു ബിസിനസ് പേഴ്സണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ സൊല്യൂഷൻ മാസ്റ്റർ ഫോക്കസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലെ സെഗ്മെൻറ്റേഷൻ ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട്, ജ്വല്ലറി നടത്തുന്ന ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 10 ഇൻഡസ്ട്രികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ മാർക്കറ്റിൽ, ഇപ്പോൾ എറണാകുളത്ത് കുറേ ടീമുകളുണ്ടാവും, സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ കോഴിക്കോടുണ്ടാവും, മലപ്പുറത്തുണ്ടാവും, ഓരോ രാജ്യങ്ങളിലുണ്ടാവും. അവരുമായിട്ട് ഒരു റീഡിഫൈൻ ഇൻഡസ്ട്രിയൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതായത് റീഡിഫൈൻ, അതായത് ആ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ, ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലീഡിങ് ആൾക്കാരുമായിട്ട് ഒരു ടേബിൾ ടോക്കാണ്, അത് ഒരു മീറ്റപ്പ് പോലെയാണ്. അവരായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് റീഡിഫൈൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ പ്രോഗ്രാം തരും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ട് നേരിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഇൻഡസ്ട്രിയിലെ ആളുകളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്, ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ഡിസ്കഷൻ ചെയ്യേണ്ടതാണ്. പലപ്പോഴും വ്യവസായ മന്ത്രി രാജീവ് സാർ ഇതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്ത് വ്യവസായങ്ങളിൽ പോലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ വ്യവസായങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നം, ഒരു വ്യവസായം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം ഡെവലപ്പ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്നത് അവരാണ്.
ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അവരാണ്. അതോടെ ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്നത് അവരാണ്. ഇനി എന്തെങ്കിലും സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും അവരാണ്. അപ്പോൾ ഒരു ബിസിനസ് സംരംഭകം എന്ന് പറയുന്നത് വലിയൊരു രക്ഷകനാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സമയങ്ങൾ നമ്മൾ കോവിഡ് സമയത്തും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഫ്ലഡ് സമയത്തൊക്കെ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആ ബിസിനസ്സുകാരൻ്റെ പ്രശ്നങ്ങളെ സംസാരിക്കാൻ ഒന്ന് പറയാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു റീഡിഫൈൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ, ആ ഇൻഡസ്ട്രിക്കാർ മാത്രം ഇരുന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെയർ ചെയ്യുന്നു. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു. അവിടെ നിന്ന് ഓൺ സ്പോട്ടിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പൊതുവായിട്ട് നമ്മൾ കാണേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് കുറച്ചിട്ട് പ്രോഫിറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഈ പ്രോഫിറ്റ് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ തകർന്ന് തരിപ്പിടാവും. കാരണം ഒരുപാട് എക്സ്പെൻസിൽ റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇൻഡിവിജ്വലായിട്ട് എന്തൊക്കെയാണ് മാറ്റം വരുത്തണം. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് യുണീക്ക്നെസ് ഓരോരുത്തരും ഇൻഡിവിജ്വലി കൊണ്ടുവരാം. കോമ്പറ്റ് ചെയ്യല്ല വേണ്ടത്, യുണീക്ക്നെസ് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവയർനെസ് ക്യാമ്പയിനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ റീഡിഫൈൻ പ്രോഗ്രാം ഭയങ്കരമായിട്ട് സ്വീകാര്യത കിട്ടിയ ഒരു പരിപാടിയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ മാസ്റ്ററിൽ കൊണ്ടുവന്നൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ടെക്സ്റ്റൈൽസ് കഴിഞ്ഞു, ജ്വല്ലറിയുടെ കഴിഞ്ഞു, അതുപോലെ സ്പോർട്സ് ഗുഡ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളത് കഴിഞ്ഞു. അങ്ങനെ ഓരോ ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്, പല രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ ഖത്തറിലായിരുന്നു, കഴിഞ്ഞ റിയാദ് സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ കുറച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി. അത് വലിയൊരു പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനില്ല. ഖത്തറിൽ ഇപ്പം ഈ ഫിഫ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ലോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനീസ് നിർത്തി പോകുന്നുണ്ട് എന്നുള്ളത് കേട്ടു. ശരിക്കും അതിൻ്റെ ആ ഒരു ബേസ് എന്താണ്, അങ്ങനെ വരാനുള്ള കാരണം എന്തായിരുന്നു? ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. അതല്ലാതെ അവിടെ ഒരു അവർക്ക് ആ ഒരു ഫിഫ വേൾഡ് കപ്പ് ചെയ്യാനുള്ള സൈസിലേക്ക് എത്തിയ ഒരു രാജ്യമായിരുന്നില്ല. അവരെ ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അതായത് 200 രൂപ മുടക്കിയിട്ട് 20 രൂപ റിട്ടേൺ കിട്ടി എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അതിൻ്റെ ROI വരുന്നത്. അപ്പോൾ രാജ്യം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഈ ഫിഫ വേൾഡ് കപ്പ് കഴിയുകയും അതിലൊരു 40% ഇപ്പോൾ അവിടെ ഫ്രീ ആയിട്ടാണ്. കാരണം അത്രയും സ്പേസ് ആവശ്യമില്ല, ഒരു ഇവൻറ്റിന് വേണ്ടി ചെയ്തതൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സൈസിലേക്ക്, ഈ എക്സ്പെക്റ്റേഷനിലേക്ക് കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം അതൊരു ഇവൻറ്റ് ബേസ്ഡ് ആണ്. പിന്നെ ഈ ഫിഫ വേൾഡ് കപ്പ് നടത്തിയ സമയത്ത് തന്നെ ഗവൺമെൻറ് ഏറ്റവും നല്ല രീതിയിൽ ആ ഫ്രീ ആയിട്ട് മാക്സിമം ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ പല ആൾക്കാരും ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റിയാണെന്ന് വിചാരിച്ചിട്ട് അത് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കിയില്ല. കാരണം ഖത്തർ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ അത് അവരുടെ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടാനും അതുപോലെ വേൾഡിൽ അവർ അടയാളപ്പെടുത്താനും വേണ്ടി ചെയ്തത്. അല്ലാതെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പിന് കാരണം അവർ ആൾറെഡി സമ്പന്നരാണ്. അപ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വെച്ചാൽ അതിൻ്റെ ശേഷം ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തിന് ആവശ്യമായ ബിസിനസ്സുകാർ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു 10 മടങ്ങ് ആളുകൾ അവിടെ കൊണ്ടുപോയി ബിസിനസ് തുടങ്ങി. സ്വാഭാവികമായിട്ട് ഇൻഫ്ലക്ഷൻ വരും. അത് അങ്ങനെയാണല്ലോ, ഏതൊരു കാര്യത്തിന് ഇൻഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ, മൂല്യതകർച്ച വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞെങ്കിൽ ഇൻഫ്ലക്ഷൻ വരും. അങ്ങനെ ഒരു ഇൻഫ്ലക്ഷൻ വന്ന സമയത്തുള്ള ഒരു അത്രയും രാജ്യമാണ്. കാരണം അതിനാവശ്യം പിന്നെ അധിക പ്രോജക്റ്റുകളും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് നേരിട്ടാണ്. പിന്നെ ഫിഫ വേൾഡ് കപ്പിൽ ഉണ്ടായ ഫ്ലോ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആഫ്റ്റർ അത്രയും ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പം നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഖത്തർ ഇനി ആ ഒരു ബൂമിംഗ് സെക്ഷനിലേക്ക് വരേണ്ട, ഒരു ബൂമിംഗ് ആ ഒരു സ്റ്റേജിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടോ? അതിന് എത്ര നാൾ പിടിക്കും? അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാമോ? അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു 40% ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഫ്രീ ആയി കിടക്കുവാണ്. ഇപ്പോൾ അവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. കാരണം റോഡുകൾ വളരെ കാലിയാണ്, ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ കിട്ടാണ്. പക്ഷേ അവർ ചെയ്തൊരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, ഒരു തരത്തിൽ 1 രൂപ പോലും റെന്റിൽ കുറച്ചില്ല. ആ വാല്യൂ, ആദ്യത്തെ അതേ വാല്യൂ തന്നെ ഇപ്പോഴും അവിടുത്തെ റെന്റുകൾക്കും അവിടെ ബിൽഡിങ്ങുകൾക്കും ഒക്കെ ഉണ്ട്. അതായത് ആ ഒരു രാജ്യം ഇപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കാരണവശാലും ചെയ്യുന്ന ബിസിനസ്സുകൾക്കൊന്നും തകരാനുള്ള സാധ്യതകളില്ല. പക്ഷേ അപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ഖത്തറിൻ്റെ ഒരു ക്വാളിറ്റി, അവിടെയുള്ള മാർക്കറ്റിൻ്റെ ആ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി ഹൈ ക്വാളിറ്റിയിൽ അവിടെ സർവീസ് ചെയ്യാൻ, പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാപിറ്റലും കൊണ്ട് സംരംഭം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് പോയ ആൾക്കാരാണെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്.